സമയത്താണ് ഞങ്ങൾക്ക് കൊച്ചിന് ക്ലെഫ്റ്റ് ലിപ്പും പാലറ്റും ഉണ്ടെന്ന് അറിഞ്ഞത്. എൻ്റെ കുഞ്ഞിന് ക്ലെഫ്റ്റ് ലിപ്പ് ആയിരുന്നു. എൻ്റെ പ്രഗ്നൻസി ലെവൽ 2 അൾട്രാസൗണ്ട് സ്കാനിൽ അറിഞ്ഞതായിരുന്നു. കുഞ്ഞിന് ജനിച്ചപ്പോഴേ ക്ലെഫ്റ്റ് ലിപ്പും പാലറ്റിൻ്റെയും പ്രോബ്ലം ഉണ്ടായിരുന്നു. കുഞ്ഞ് വയറ്റിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് മുച്ചിലും ചൊല്ലിയിട്ട് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. മാനസികമായിട്ട് വളരെയധികം വിഷമിച്ചായിരുന്നു. എങ്ങനെയായിരിക്കും ഈ കുഞ്ഞിനെ ഞാൻ വളർത്തുക, അതിന് ഡിഫക്റ്റ് എന്തുമാത്രം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. വളരെയധികം വിഷമിച്ചു. പിന്നെ 4 മാസം കഴിഞ്ഞപ്പോഴാണ് സർജറി ചെയ്തത്. ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. എങ്ങനെയാണ് സർജറി ചെയ്യുന്നത്, അതിന് ശേഷമുള്ള കെയറിങ്, എല്ലാ ഇൻസ്ട്രക്ഷൻസും വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് അതേ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റി. ഇത്രയും രീതിയിൽ മാറുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ മകനിപ്പം നല്ല രീതിയിൽ മുഖം എന്താ പറയുക പറയാൻ ആകിട്ടുന്നില്ല. സാധാരണ നോർമലി ഉള്ള ബേബിയെ പോലെ തന്നെ മോളായി. ഞങ്ങളെ കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അത് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. വന്ന് ആ സമയം തൊട്ട് ഞങ്ങളെ വിളിക്കിയതും ഏതോ ഒരു സ്വന്തം കുഞ്ഞിനെ നോക്കുന്നത് പോലെ തന്നെ ആ കുഞ്ഞിനെ നോക്കുന്നതും ആ കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ ഒത്തിരി സന്തോഷമായി. നല്ല രീതിയിൽ നോക്കി, സ്വന്തം കുഞ്ഞിനെ നോക്കുന്നത് പോലെ നോക്കി. എല്ലാ സ്റ്റാഫും ഡോക്ടേഴ്സും എല്ലാവരും നല്ല ട്രീറ്റ്മെൻറ്റുമാണ് ഇവിടെ. പിന്നെ തീരാത്തത്ര കടപ്പാടുണ്ട് ഇവിടുത്തെ ഡോക്ടേഴ്സും തന്നെ നേഴ്സുമാരെടുത്താലും പറഞ്ഞാൽ തീരാത്ര നന്ദിയും കടപ്പാടും ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റാഫും ഹൈലി ഫ്രണ്ട്ലി ആയിരുന്നു, അപ്രോച്ചബിൾ ആയിരുന്നു. എന്ത് ഡൗട്ട്സും ചോദിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞ് ഹെൽത്തിയാണ്. ഐ എം വെരി താങ്ക്ഫുൾ ടു ദി ഹോസ്പിറ്റൽ ആൻഡ് ദ ഹോൾ സർജറി ടീം. അപ്പോൾ മോളെ കാണുമ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കുട്ടിയാണെന്ന് പോലും ഞങ്ങൾക്ക് തോന്നുന്നില്ല. എന്നെ വിളിച്ച് കുഞ്ഞിനെ എങ്ങനെയുണ്ട്, അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച എല്ലാവരും, ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും അത്രയ്ക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ഇവിടുത്തെ സർജറിയിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. ഞങ്ങൾക്ക് മൊത്തത്തിൽ ഞങ്ങൾ സന്തോഷത്തിലാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് മാലക്കരയിലുള്ള സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേടിയും കൂടാതെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്പറേഷൻ സന്തോഷത്തോടു കൂടെ ചെയ്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും.